നിലവിലെ ചാമ്പ്യന്മാരെ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം തിരിച്ചടിയായിരിക്കും ഈ കോൺവേയുടെ ഈ പരിക്ക്? നമുക്കറിയുന്നത് പോലെ IPL-നൊരു ഒരുങ്ങുന്ന ചെന്നൈ സൂപ്പർ കിങ്സിന് കനത്ത തിരിച്ചടിയാണല്ലോ ആ ടീമിന് ഉണ്ടായത്. അതിൻ്റെ വിവരങ്ങൾ കൂടി എന്താണ് അനിൽ വാസുദേവ്? SKN ഒരു കനത്ത തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ 2 സീസണിലായി അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് ഈ ഡെവൺ കോൺവേ. ന്യൂസിലാൻഡ് താരമാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയക്കെതിരായ 2020 മത്സരത്തിനിടെയാണ് കൈവിരലിന് പരിക്കേറ്റത്. അതിന് ഇന്നലെ അദ്ദേഹം ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. 8 ആഴ്ചത്തോളം പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് പറയാൻ കഴിയുന്നത്. അതായത് മെയ് അവസാനം വരെയെങ്കിലും അദ്ദേഹം കളത്തിന് പുറത്തായിരിക്കും. IPL തുടങ്ങുന്നത് ഈ മാസം 22-നാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈയുടെ ആദ്യ മത്സരം 22-ന് തുടങ്ങും. RCBക്കെതിരെ തുടങ്ങും. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മെയ് അവസാനം വരെയാണ് ഈ ടൂർണമെൻറ്റ് IPL ഉണ്ടാവുക. അപ്പോൾ അദ്ദേഹത്തിന് ഈ ടൂർണമെൻറ്റ് ഏറെക്കുറെ നഷ്ടമായി എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. കഴിഞ്ഞ തവണ IPL ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ അവർക്ക് ജയം സമ്മാനിച്ചത് പോലും ഈ ഡെവൺ കോൺവേ ആണ്. 47 റൺസ് എടുത്ത അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷനാണ് അവരെ കിരീടത്തിലേക്ക് നയിച്ചത്. ഒപ്പം തന്നെ കഴിഞ്ഞ 2 സീസണുകളിലായി 23 മത്സരങ്ങളിൽ നിന്ന് ഏതാണ്ട് 932 റൺസാണ് കോൺവേ ഇതുവരെ ടീമിനായി നേടിയത്. പല മത്സരങ്ങളിലും ടീമിനെ ഒറ്റയ്ക്ക് ചുമലിലേറ്റുന്ന ഒരു താരമാണ് ഈ ഡെവൺ കോൺവേ. അതുകൊണ്ട് തന്നെ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ചെന്നൈ ധോണിയുടെ MS ധോണിയുടെ ചിറകിലേറി ഒരുപക്ഷെ ഇതിനൊരു പരിഹാരം കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഉടൻ തന്നെ ഒരുപക്ഷെ റീപ്ലേസ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ ചെന്നൈ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. SK. ഓക്കെ, താങ്ക് യു അനിൽ വാസുദേവ്.